ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ലഞ്ച് പ്രിപ്പറേഷൻ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ചോറിനായിട്ട് ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം ചൂടായിട്ട് വന്നാൽ നമുക്ക് അരി ഇടാം. അപ്പോൾ അരി അവിടെ നിന്നിട്ട് തിളക്കട്ടെ. അപ്പോൾ ബാക്കിയെല്ലാം റെഡി ആകുമ്പോഴത്തേനും ചോറ് റെഡി ആയിക്കോളും. ഇന്ന് കിട്ടിയിട്ടുള്ളത് ആവൂലിയാണ്. ക്ലീനൊന്നും ചെയ്യാതെ കട്ട് ചെയ്യാതെയാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് തേങ്ങ ആവശ്യമുണ്ട്. അപ്പോൾ തേങ്ങ വെട്ടിയെടുക്കുക. ഉപ്പേരിക്കും കറിക്കൊക്കെ തേങ്ങ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കിന്ന് കറി വെക്കുന്നത് തേങ്ങാപ്പാലും തേങ്ങ വറുത്തതും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലിൽ മാത്രം വെക്കാം, അല്ലെങ്കിൽ വറുത്തരച്ച് മാത്രം വെക്കാം. ഇങ്ങനെ വെക്കുമ്പോൾ ഒരു വേറെ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങാപ്പാൽ എടുക്കാനുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാം. തേങ്ങാപ്പാൽ മാത്രം വെക്കുമ്പോഴും പ്രത്യേക ടേസ്റ്റാണ്. ഇങ്ങനെ ആകുമ്പോൾ ഒരു വേറെ ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് അരച്ച തേങ്ങാപ്പാൽ മാത്രം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമുക്ക് തേങ്ങ വറുക്കാൻ വെക്കാം. അപ്പോൾ തേങ്ങയിലേക്ക് ചെറിയ ഉള്ളി, പിന്നെ വലിയ ജീരകം, വേപ്പിലൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ട്. അതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഒന്ന് ആയി വരുമ്പോൾ അതിലേക്ക് കുറച്ചുകൂടെ പൊടി ചേർത്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ അടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് വീണ്ടും ഒന്നും കൂടെ വറുത്തെടുക്കാം. ഇനി ആദ്യം തേങ്ങാപ്പാൽ അരച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് തേങ്ങ വറുത്തത് കൂടി ഒന്ന് അരച്ചെടുക്കാം. തേങ്ങാപ്പാലാണ് ഞാൻ അരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളത്തിൽ അരച്ചെടുക്കാം. ഇവിടെ തേങ്ങാപ്പാൽ കുറച്ചുകൂടെ ബാക്കിയുള്ളതുകൊണ്ട് ഞാൻ അതിലാണ് അരച്ചെടുക്കുന്നത്. ബാക്കിയുള്ള തേങ്ങാപ്പാലും പിന്നെ വറുത്ത് അരച്ചതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2-4 മുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കൈ വെച്ച് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. നിങ്ങൾക്കത് ഇഷ്ടമല്ലെങ്കിൽ ചെയ്യേണ്ട. ഞാനത് എപ്പോഴും ചെയ്യാറുള്ളതാണ്. ഇനി പുളി ചേർത്ത് കൊടുക്കാം. പുളി പിഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ തൃപ്തിയായതുകൊണ്ടും പിന്നെ ഈ പുളിയിൽ കുരുവൊന്നും ഇല്ലാത്തതുകൊണ്ടും ഞാൻ അങ്ങനെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഉപ്പേരിക്ക് വേണ്ട ക്യാബേജ് ഒന്ന് ചെറുതായിട്ട് നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കാം. നല്ല തിന്നായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോപ്പറിൽ ചെയ്തെടുക്കാം. ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചോപ്പിംഗ് ബോർഡിൽ അരിഞ്ഞെടുക്കുന്നത്. ഇതിന് ആവശ്യമായിട്ടുള്ള സവാളയും പച്ചമുളകൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഈ സമയം നമ്മളെ കറിയുടെ തിളയ്ക്കുന്നുണ്ട്. നമുക്ക് ഉപ്പേരി വെക്കാം. ഉപ്പേരി അതായത് തോരൻ, ക്യാബേജ് തോരൻ വെക്കാം. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് വേപ്പില, സവാള, പച്ചമുളക് എല്ലാം ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി വേണ്ടെങ്കിൽ വെള്ളക്കടലും ഉണ്ടാക്കാം. നമ്മുടെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാബേജ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല തിന്നായിട്ട് അരിഞ്ഞുമ്പോൾ തോരൻ പ്രത്യേക ടേസ്റ്റാണ്. അധികം കട്ടിയില്ലാതെ നീളത്തിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ക്യാബേജിന് ഒരുപാട് വേവൊന്നുമില്ല. കുറച്ചൊന്ന് മൂടി വെക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇങ്ങനെ തന്നെയാണ് ഇടുന്നത്. നിങ്ങൾക്ക് ചമ്മന്തി പോലെ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്യാബേജ് തോരനോടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് പായസം ഉണ്ടായിരുന്നു, അതുകൂടെ വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ മിക്സ് വെച്ചിട്ടാണ് ഇവിടെ സേമിയ മിക്സ് വെച്ചിട്ടാണ് പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ പാല് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് സേമിയയുടെ മിക്സ് ഇട്ട് കൊടുക്കാം.
നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. കുറച്ച് നെയ്യും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് തിളച്ച് വറ്റി വരട്ടെ. ഇപ്പോൾ പായസം നന്നായിട്ട് വറ്റി കുറുകി വന്നിട്ടുണ്ട്. പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ സാദാ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് സുർക്ക, പിന്നെ കുറച്ച് ചതച്ചത്, അതിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ജീരകം, വലിയ ജീരകം, ചെറിയ ഉള്ളി, വേപ്പില എല്ലാം ഉണ്ട്. അതുകൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മീനിലേക്ക് തേച്ച് കൊടുക്കാം. മീൻ കട്ട് ചെയ്തിട്ട് വരഞ്ഞിട്ടുള്ളതാണ്. നമുക്കതിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇനി കുറച്ച് വേപ്പിലൂടെ ഇട്ടിട്ട് നമുക്കത് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം. എന്നാൽ കറി ഇവിടെ നന്നായി തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി തലയുടെ പോർഷനാണ് അധികം കറി വെക്കാൻ എടുത്തിട്ടുള്ളത്. പായസം ഈ സമയത്ത് നന്നായി കുറുകി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മീനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ 2 മുളക് ഞാനിതിൻ്റെ മേലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു പകുതി തക്കാളി. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്കിതൊന്ന് കറിയൊന്ന് ഉള്ളി കാച്ചിയെടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ഒന്ന് ആയി വരുമ്പോൾ കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. ഞങ്ങളെപ്പോഴും ഇങ്ങനെയാണ് കറി വെക്കുന്നത്. അധികം ഇങ്ങനെ വഴറ്റാതെ ഇങ്ങനെ അവസാനമാണ് ഇത് കാച്ചിയെടുക്കുന്നത്. ഇനി കുറച്ച് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. കറിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കറി കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം. നമുക്ക് മീനൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ചട്ടി വെച്ച് ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഓയിൽ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഓയിലാണ് വറുത്തെടുക്കുന്നത്. ഒരു വേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മീൻ സാദാ ഫ്രൈ ചെയ്യുന്ന പോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോറൊന്ന് ഊറ്റിയെടുക്കാം. ഈ സമയം മീനായിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി എല്ലാ സൈഡും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് പപ്പടം കൂടെ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ചോറും കറികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീൻകറി, ക്യാബേജ് തോരൻ, പിന്നെ മീൻ പൊരിച്ചത്, പപ്പടം എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ അവസാനം പായസമുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു. ഇന്നത്തെ ലഞ്ചൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.